രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിനു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും. റിനു ശ്രീധറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഏത് തരത്തിലായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. എന്തായാലും രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെ രാവിലെയാണ് മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യക്തമാക്കൽ നടത്തിയത്. ഒരു വ്യക്തത കൃത്യമായി തന്നെ നൽകിയിരുന്നു. അതിനുശേഷമാണ് വൈകുന്നേരത്തോടുകൂടി ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പ്രധാനമായും സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കേസാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം നിർബന്ധിച്ച ഗർഭചിത്രം നടത്തി, ഒപ്പം സ്ത്രീകളെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത്തരം ഒരു തീരുമാനം ഇന്ന് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു ടീമിനെ തന്നെ പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇവരുടെ മുന്നിലുള്ളത് ഈ പരാതിക്കാരായിട്ടുള്ളവരുടെ മൊഴി അല്ലെങ്കിൽ വിക്ടിമായിട്ടുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത്തരം സ്ത്രീകളെ കണ്ടെത്തി അവരുടെ വിവരശേഖരണം നടത്തി മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിലേക്ക് ക്രൈംബ്രാഞ്ച് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗർഭചിത്രം നടത്തിയ മാധ്യമ പ്രവർത്തക ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കാരണം അതിൻ്റെ കൂടി ഉറപ്പിന്മേലാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത്തരമൊരു ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മൂന്നാമതൊരാൾ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം. പക്ഷേ ഇരകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ FIR നിലനിൽക്കില്ല എന്നുള്ളതാണ് നിയമോപദേശമായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരകളെ കണ്ടെത്തുക, അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരെ നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ ചിലർ ഈ ഗർഭചിത്രം നടത്തിയ മാധ്യമപ്രവർത്തക ഉൾപ്പെടെ മൊഴി നൽകാമെന്നുള്ളൊരു ഉറപ്പ് കൂടി നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രിസ്റ്റീന. ഓക്കെ, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.